മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഒന്നും വിശ്വസിക്കാത്ത ആളാണ് സലീം കുമാർ എന്ന് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ദൈവവിശ്വാസി ആയിരുന്നു തുടക്കത്തിൽ, എന്നാൽ പിന്നീട് അത് പോയി. കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ പകർന്നു തന്ന പല കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാവില്ല. അങ്ങനെയൊന്നായിരുന്നു അത്. ഈശ്വര എന്നൊക്കെ വിളിച്ചു പോവാറുണ്ട്, വിശ്വാസതയില്ലെന്ന് മാത്രം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അതും കുട്ടിക്കാലത്ത് കിട്ടിയ ഇഷ്ടമാണ്. മുതിർന്നപ്പോഴും അത് എന്നിലുണ്ടായി. 18 വർഷം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ. അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോവാറുണ്ട്. എല്ലായിടത്തു പോലെയും പൈസയുടെ കാര്യം തന്നെയാണ്. ഹജ്ജിന് പോകണമെങ്കിൽ പറഞ്ഞത് ആ ക്യാരക്ടറിന്റെ കാര്യമാണ്. മുസ്ലിം അല്ലാത്തതിനാൽ എനിക്ക് പോവാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്ന് അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയത്. അങ്ങനെ ഒരാൾ വന്നു, പോയി, എല്ലാം ചെയ്തു വന്നു. ആ ക്യാരക്ടറിന് പരിപൂർണം വന്നത് അപ്പോഴാണ്. എനിക്ക് ദേശീയ അവാർഡ് വാങ്ങിത്തന്ന ക്യാരക്ടറാണല്ലോ അത്. ക്യാരക്ടറിനോടുള്ള നന്ദി ചെയ്തതാണത്. എൻ്റെ ജീവിതത്തിനോ അർത്ഥമുണ്ടായില്ല. ആ ക്യാരക്ടറിനെങ്കിലും ഉണ്ടാകട്ടെ. അർത്ഥമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം. സിനിമയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് അർത്ഥമുണ്ടാകണം എന്നില്ലല്ലോ. ഈ ലോകത്തിന് ഞാൻ എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നും കൊടുത്തിട്ടില്ല. 5 10 100 പേർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുറെ സിനിമകൾ അഭിനയിച്ചു, കാശുണ്ടാക്കി, അല്ലാതെ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഒന്നും ചെയ്യാനും മാത്രമുള്ള സമയം എനിക്കിവിടെ ഇല്ല. പ്രളയകാലത്ത് 45 പേരോളം ഇവിടെ ഉണ്ടായിരുന്നു. താഴത്തെ നിലയ്ക്ക് വെള്ളം കയറിയപ്പോഴാണ് അവരെ മാറ്റിയത്. എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ മാറിയതെന്നും അദ്ദേഹം പറയുകയായിരുന്നു. ജീവിതത്തിലെ നിലപാടുകളും കൃത്യമായി തുറന്നു പറയുന്ന ആളായിരുന്നു സലീം കുമാർ. മതപരമായ ചടങ്ങുകളൊക്കെയും തൻ്റെ അന്ത്യയാത്ര എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിസ്ഥാനമജ്ഞം പോലുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് വേണ്ടി ചെയ്യരുത് എന്നും പറഞ്ഞിരുന്നു. അവസാന നിമിഷങ്ങളിൽ അച്ഛനെ മഞ്ഞപ്പെട്ട് പുതിച്ചത് കണ്ടപ്പോൾ അത് മാറ്റിയായിരുന്നു എന്ന് ചന്തു പറഞ്ഞു. സാധാരണ തുണി മതി, അച്ഛൻ അങ്ങനെയായിരുന്നു എന്നാണ് മകൻ പറഞ്ഞത്. സലീം കുമാറുടെ മരണത്തിൽ വികാരിതനായി തന്നെയായിരുന്നു ചന്തുവിന്റെയും അവസ്ഥ. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇതിന്റെ വീഡിയോകൾ വലിയ രൂപത്തിൽ തന്നെ പ്രചരിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് സലീം കുമാറിനെ പറ്റിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.